ഞാൻ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കരാർ കല്യാണത്തിൻ്റെ കഥകൾ. ആദ്യമൊക്കെ പരസ്പരം വെറുക്കുന്ന നായകനും നായികയും പിന്നീട് സാഹചര്യങ്ങൾ കൊണ്ട് ഒരുമിച്ച് താമസിക്കേണ്ടി വരികയും ഒടുവിൽ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്ന കഥകൾ. അത്തരം കഥകൾ വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഥകളിൽ മാത്രം നടക്കുന്നതാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ വിധിക്ക് വേറെ പദ്ധതികളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു കരാർ കല്യാണം നടന്നു. എന്നാൽ ഞാൻ വായിച്ച കഥകളിലേതുപോലെ ആയിരുന്നില്ല എൻ്റെ കഥ. ഒരു വർഷം മുൻപ് ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരുപക്ഷെ അവൻ എന്നെ മനസ്സിലാക്കും, എന്നെ ഭാര്യയായി കാണും, എൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം പതിയെ പതിയെ ഇല്ലാതായി. മുഴുവൻ ഒരു വർഷം അവൻ ഒരിക്കലും എന്നോട് മോശമായി സംസാരിച്ചിട്ടില്ല, ഒരിക്കലും അപമാനിച്ചിട്ടില്ല, ഒരിക്കലും വഴക്കിട്ടിട്ടില്ല, പക്ഷേ ഒരിക്കലും സ്നേഹിച്ചിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ വേദന. വെറുപ്പുണ്ടെങ്കിൽ സഹിക്കാം, ദേഷ്യം ഉണ്ടെങ്കിലും സഹിക്കാം. പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇല്ലാത്ത പോലെ പെരുമാറുമ്പോൾ അത് സഹിക്കാൻ ഏറ്റവും പ്രയാസമാണ്. അവൻ എനിക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തന്നു, എനിക്കൊരു കുറവും വരുത്തിയില്ല. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ എനിക്കായിട്ടൊരു ഇടം മാത്രം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ കരാർ അവസാനിക്കുകയാണ്. ഞാൻ എൻ്റെ ബാഗ് അടച്ചു. ഈ വീട്ടിലെ ഓരോ മുറിയിലും ഒന്നുകൂടി നോക്കി. ഒരു വർഷം ഞാൻ ജീവിച്ച വീട്, ഒരുപാട് പ്രതീക്ഷകളോടെ ഉറങ്ങിയ രാത്രികൾ, ഒരുപാട് നിരാശകളോടെ കരഞ്ഞ ദിവസങ്ങൾ എല്ലാം പിന്നിലാക്കി ഞാൻ പോവുകയാണ്. കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും കരയാൻ പോലും ശക്തിയില്ല. കാരണം ചില വേദനകൾക്ക് കണ്ണുനീർ പോലും മതിയാകില്ല. വീട്ടിലെ പ്രധാന വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷം ഞാൻ നിന്നു. ഒരത്ഭുതം സംഭവിക്കുമോ എന്ന്, പിന്നിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമോ എന്ന്. പോകരുത്, എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കുന്നുണ്ടെങ്കിലെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. പിന്നിൽ നിശബ്ദത മാത്രം, എൻ്റെ കാൽച്ചുവട്ടിലെ ശബ്ദം മാത്രം. ഞാൻ പതിയെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് നടന്നു. കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. കാരണം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ഭാര്യയായിട്ടല്ല. ഒരു വർഷം ഒരു വീട്ടിൽ ജീവിച്ചിട്ടും ഒരാളുടെ ഹൃദയത്തിലും ഇടം നേടാൻ കഴിയാത്ത പോലെ പോയ ഒരു അന്യയായിട്ടാണ്. അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ചെറിയൊരു പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ നടക്കുന്നത് അവസാനമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എൻ്റെ കഥ ശരിക്കും അവസാനിച്ചോ, അതോ ഇനി തുടങ്ങാനിരിക്കുവാണോ? ഒരു വർഷം മുൻപ് ഇന്ന് ഈ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ണുനീർ മാത്രമല്ല, ഒരു വർഷം മുമ്പ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന ഓർമ്മകൾ കൂടിയാണ്. ഞാൻ മാളവിക. എംകോം കഴിഞ്ഞിട്ടും സ്ഥിരമായിട്ട് ജോലി കിട്ടാതെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സാധാരണ പെൺകുട്ടി. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയുടെ ചികിത്സയും അനിയത്തെ പഠിപ്പിച്ചതും വീടിൻ്റെ ലോണും അടയ്ക്കുന്നതുമൊക്കെ എൻ്റെ ചുമലിലായിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പാടുപെടുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നത്. അമ്മയ്ക്ക് ഉടൻ സർജറി വേണം. ചിലവ് ഏകദേശം 20 ലക്ഷം രൂപ. ആ നിമിഷം എൻ്റെ ലോകം തകർന്നുപോയി. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 5000 രൂപ മാത്രം. എന്ത് ചെയ്യണമെന്നറിയാതെ ആശുപത്രിയുടെ വരാന്തയിലിരുന്ന് കരയുമ്പോഴാണ് ആദ്യമായി അവനെ ഞാൻ കണ്ടത്. ആദിത്യ രാജശേഖർ, കൊച്ചിയിലെ പ്രശസ്ത ബിസിനസ്സുകാരൻ. ഉയരം, ഗൗരവമാർന്ന മുഖത്ത് എപ്പോഴും ഒരു തണുത്ത ഭാവം. അവൻ നേരെ എൻ്റെ മുന്നിൽ വന്നു നിന്നു. മാളവിക. ഞാൻ അത്ഭുതത്തോടെ അവനെ നോക്കി. നിങ്ങൾ ആരാണ്? നിനക്ക് ഞാൻ ആരെന്ന് അറിയേണ്ട ആവശ്യമില്ല. അവൻ്റെ മറുപടി കേട്ട് എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ അടുത്ത നിമിഷം അവൻ പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടി. എൻ്റെ അമ്മയുടെ സർജറിക്ക് വേണ്ട മുഴുവൻ പണവും ഞാൻ നൽകാം. ഞാൻ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. എന്തിന്? അവൻ കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, പകരം നീ എന്നെ വിവാഹം കഴിക്കണം. എൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയ പോലെ തോന്നി. എന്ത്? ഒരു വർഷത്തേക്ക് മാത്രം. ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ തമാശ പറയുകയല്ലായിരുന്നു. നിങ്ങൾക്ക് ഭ്രാന്താണോ? അവൻ ചിരിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല, ശാന്തമായി പറഞ്ഞു, നാളെ വൈകിട്ട് വരെ സമയം തരാം. സമ്മതമാണെങ്കിൽ ഈ അഡ്രസ്സിലേക്ക് വരൂ. അതും പറഞ്ഞ് അവൻ നടന്നു പോയി. ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വിചിത്രമായ സംഭവം മനസ്സിലാക്കാൻ കഴിയാതെ അടുത്ത ദിവസം മുഴുവൻ ഞാൻ ചിന്തിച്ചു, സമ്മതിക്കണോ വേണ്ടേ. പക്ഷേ ഓരോ തവണയും ആശുപത്രിയിലെ അമ്മയുടെയും മുഖം ഓർമ്മ വരും. അവസാനം ഞാൻ തോറ്റു. അല്ല, സാഹചര്യങ്ങളോട് കീഴടങ്ങി. അടുത്ത ദിവസം അവൻ പറഞ്ഞ അഡ്രസ്സിൽ ഞാൻ എത്തി. ഒരു വലിയ ബംഗ്ലാവ്. അവൻ അവിടെ എന്നെ കാത്തിരുന്നു. ഒരു ഫയൽ എൻ്റെ കയ്യിൽ തന്നു. മാരേജ് കോൺട്രാക്റ്റ്. അവൻ്റെ ഓരോ നിബന്ധനകളും ഞാൻ വായിച്ചു. ഒരു വർഷം മാത്രം ഭാര്യയായി ഇരിക്കണം.